ജോസഫ് വാഴക്കൻ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കുന്നുണ്ട്. ശ്രീ ജോസഫ് വാഴക്കൻ, ശശി തരൂർ ക്യാപ്റ്റൻ എന്ന രീതിയിൽ, അതായത് മുഖ്യമന്ത്രി ആകാൻ സാധ്യത കൂടുതലുള്ള ആൾ ശശി തരൂർ, 28.5% ആളുകൾ അങ്ങനെയാണ് ഈ സർവേയിൽ പറയുന്നത്. ഈ സർവേ ഫലം, ആ സർവേ ഫലത്തിന് അത്ര പ്രസക്തിയില്ല എങ്കിൽ പോലും ഈ സർവേ ഫലം ശശി തരൂർ റീട്വീറ്റ് ചെയ്തിരിക്കുകയാണ് തൻ്റെ അക്കൗണ്ടിൽ. അതായത് താനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് സ്വയം അവരോധിക്കുന്നതിന് തുല്യം. എന്താണ് താങ്കളുടെ പ്രതികരണം? അത് തന്നെ എനിക്ക് അത്ഭുതകരമായി തോന്നുന്നു. കാരണം അദ്ദേഹത്തെ പോലെ ഇത്രയും പരിണതപ്രജ്ഞനായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് ഇതുപോലെ ആരെങ്കിലും എവിടെയെങ്കിലും പടച്ചുവിടുന്ന ഒരു സർവേ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ പേജ് ചെയ്യുന്നത് ഫോർവേഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണ്. അങ്ങനൊന്നും ആരും ചെയ്യാറില്ല. കാരണം സർവേകൾ ഒരുപാട് വരാറുണ്ട്. ഈ സർവേകളൊക്കെ 99% സർവേകളും ഇവര് കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ഓരോരുത്തർക്കും അവരവരുടെ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അല്ലാണ്ട് ഒഫീഷ്യലായി നടത്തുന്ന ഏതെങ്കിലും പാർട്ടിയോ ആരെങ്കിലും നടത്തുന്ന സർവേയൊക്കെ അത് ആ ടൈമിൽ അവരത് അനൗൺസ് ചെയ്തിട്ട് പ്രഖ്യാപിക്കാറില്ല. അല്ലാതെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷന് മുമ്പ് നടത്തുന്ന 99% സർവേകളും പച്ചക്കള്ളമാണ്. അതിലൊന്നും ഒരു കാര്യവും ഇല്ല. സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നതും അതിനേക്കാൾ തന്നെ തെറ്റായിട്ടുള്ള കാര്യം. അതൊന്നും ആരും ഒരിടത്തും ചർച്ച ചെയ്തിട്ടുള്ളത് ആലോചിച്ചിട്ടുള്ളത് പോലുമല്ല. ഇതൊക്കെ ഓരോരുത്തരും അവരവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് പടച്ചുവിടുന്ന കാര്യങ്ങളാണ്. അതിനപ്പുറത്ത് ഒരു സാധ്യതയുള്ള കാര്യങ്ങളല്ല ഇതൊന്നും. അതുകൊണ്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തെ പോലെ ഒരാളങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് ആരെങ്കിലും പുറത്തുവിടുന്ന ഇത്തരം ഒരു താല്പര്യങ്ങളുള്ള ഒരു സർവേ അദ്ദേഹം തന്നെ ആ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ പേജിൽ നിന്ന് പുറത്തുവിട്ടത് ശരിയായ ഒരു കാര്യമല്ല. അതിന്റെ ആവശ്യവുമില്ലായിരുന്നു. പക്ഷെ 2026 UDF വരുമെന്നാണ് സർവേയിൽ പറയുന്നത്. അത് പിന്നെ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. അത് സർവേയുടെ റിപ്പോർട്ടിന്റെ ഒന്നും ആവശ്യമില്ല. അത്യാവശ്യം ഫീൽഡിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ജനങ്ങളുമായി ബന്ധമുള്ള എല്ലാവർക്കും അതിന്റെ കൃത്യമായ ബോധ്യമുള്ളതാണ്. അത് അങ്ങനെ സംഭവിക്കുള്ളൂ എന്ന്. കാരണം ആന്റി ഇൻകംബൻസി ഫാക്ടർ അത്രമാത്രം ശക്തമാണ്. ഒരു കാരണവശാലും ഈ ഗവൺമെന്റിനോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാനത്തിനോ തുടരാനാവില്ല, അല്ലെങ്കിൽ തിരിച്ചു വരാനാവില്ല എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ ശശി തരൂർ അടിയന്തരാവസ്ഥയ്ക്കെതിരെ എഴുതിയ ലേഖനം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അടിയന്തരാവസ്ഥയുടെ പാഠം ഉൾക്കൊണ്ട് എന്നുള്ളത്. ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള രൂക്ഷ വിമർശനം, സഞ്ജയ് ഗാന്ധിക്കെതിരെയുള്ള വിമർശനം, ആ കാലത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ, അത് അംഗീകരിക്കാൻ പറ്റുന്നതാണോ കോൺഗ്രസിന്? അടിയന്തരാവസ്ഥയെ കുറിച്ചൊക്കെ കോൺഗ്രസ് പാർട്ടി വളരെ കൃത്യമായിട്ട് അതിന്റെ നിലപാടുകൾ പല കാര്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അത് അനിവാര്യമായ കാര്യമായിരുന്നുവെന്നും എന്നാൽ അതിനകത്തുണ്ടായിട്ടുള്ള ചെറിയ പാളിച്ചകളും അതൊക്കെ എത്രയോ തവണ പാർട്ടി അതിൻ്റെതായ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പിന്നെ ആ നിലയിലൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായിട്ട് അദ്ദേഹത്തിന് സ്വന്തമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ നിലപാടൊന്നുമല്ല. അത് അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും താല്പര്യത്തിന് പേരിൽ ഈ സമയത്ത് അത് പുറത്തുവിടുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് താല്പര്യം എന്താണ്? അദ്ദേഹത്തെ എത്ര നാൾ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ഒപ്പം കൂട്ടി കൊണ്ടുപോകുവാൻ കോൺഗ്രസിന് കഴിയും? തുടർച്ചയായിട്ട് കോൺഗ്രസ്സുകാർ മറുപടി പറയേണ്ടി വരികയാണല്ലോ, അല്ലെങ്കിൽ നിശബ്ദരാകേണ്ടി വരും. ആ സ്ഥാനത്തിരുന്നു കൊണ്ട്, കാരണം പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, അങ്ങനെ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് എവിടം വരെ പറയാം, എന്തൊക്കെ പറയണം, പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ നിലപാടിനൊപ്പം എങ്ങനെ നിൽക്കണം എന്നൊക്കെ അദ്ദേഹം തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം അദ്ദേഹം അങ്ങനെ ഒരു വലിയ പോസ്റ്റിലായിരിക്കുന്നത്, എന്നെക്കാളൊക്കെ വലിയ ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ആളാണ്. അദ്ദേഹം പാർട്ടി പൊതുവായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ, പാർട്ടിക്കകത്ത് എല്ലാ ആളുകൾക്കും അവരുടെ അഭിപ്രായങ്ങളൊക്കെ കാണും. പക്ഷെ അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആള് പാർട്ടിയുടെ പൊതുവായ ഒരു തീരുമാനം ചർച്ച ചെയ്തെടുത്ത് അത് പാർട്ടി ആ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി പുറത്തു പറയാൻ പാടില്ല. പാർട്ടിയുടെ ഈ തീരുമാനങ്ങൾ എടുക്കുന്ന ബോഡിയിലുള്ള അംഗമായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് അവിടെ വേണമെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം. നമ്മൾ പുറത്തുവിടേണ്ട വാർത്ത എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച്, നല്ല നിലപാടുകൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. പക്ഷേ ഒരു നിലപാട് ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ പേരിൽ പാർട്ടിയുടെ ഒരു സമിതി എടുത്താൽ അതിന് എതിരായി നിന്ന് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് വേറെ പറയുന്ന ഒരു രീതി, അത് പാർട്ടി പലപ്പോഴും പല ആളുകളും കാണിച്ചിട്ടുണ്ട് കേട്ടോ. തരൂര് മാത്രമല്ല, ആ ഒരു രീതി ശരിയല്ല എന്നുള്ള ഉറച്ച വിശ്വാസം. ഒരു കാര്യം കൂടി ശ്രീ ജോസഫ് വാഴക്കൻ, ഇപ്പോൾ ഈ UDF 2026 അധികാരത്തിലെത്തുമ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ഒരു തർക്കമുണ്ട് എന്ന കാര്യം ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, കുറേ നാളുകളായിട്ടത്. പക്ഷേ അത് കോൺഗ്രസിനെയും UDF-നെയും ദുർബലമാക്കുവാനുള്ള ശ്രമമാണെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വാദം. പക്ഷേ ഇവിടെ തരൂർ അതിന് വളമേകുകയല്ലേ ചെയ്യുന്നത് ആ ഒരു പ്രചാരണത്തിന്? കാരണം അദ്ദേഹം തന്നെ ഇത് പങ്കുവെക്കുന്നതോടുകൂടി താനും ആ കൂട്ടത്തിലുണ്ട്, UDF-ന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരാൻ താനും അതിലുണ്ട് എന്നുള്ള
സന്ദേശം അദ്ദേഹം നൽകുകയാണല്ലോ സ്വാഭാവികമായിട്ടും. അത് ശരിയായ കാര്യം അല്ലല്ലോ. ഇതിൽ വി.ഡി. സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, അതിനോടൊപ്പം തന്നെ ഇദ്ദേഹവും കടന്നു വന്നിരിക്കുകയാണ്. കെ.സി. വേണുഗോപാലുണ്ട്, അതിൽ ഇദ്ദേഹവും വന്നിരിക്കുകയാണ്. ഇദ്ദേഹമാണ് ടോപ്പിൽ. എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. ആളുകൾക്ക് ഇഷ്ടമുള്ളവർക്ക് ആഗ്രഹിക്കാം. രാഷ്ട്രീയത്തിൽ എപ്പോഴും അങ്ങനെയുള്ള ആഗ്രഹങ്ങളാണല്ലോ അവരെ കൂടുതൽ കർമ്മോത്സവരാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ കൊണ്ടുവരുന്നതിനൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ അതൊക്കെ തീരുമാനിക്കേണ്ടത് ഇങ്ങനല്ല. അതൊക്കെ തീരുമാനിക്കുന്ന ഇലക്ഷൻ കഴിഞ്ഞ് പാർട്ടിയുടെ ഹൈക്കമാൻഡിന്റെയും കൂടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ MLA-മാരും കൂടിയിരുന്ന് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഇത് ആ സമയത്താണ്. ഒന്നിൽ കൂടുതൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഉണ്ടാകുക എന്നുള്ളതൊന്നും വലിയ അത്ഭുതമായ കാര്യമൊന്നുമില്ല. അതൊക്കെ ശക്തമായ പാർട്ടിക്കകത്ത് ഇതുപോലെ ഉണ്ടാകും. വളരെ ശക്തമായ ഒരു സംഘടനാ സംവിധാനം ഉള്ളതാണ് കോൺഗ്രസ് പാർട്ടി. അതിനകത്ത് ഒന്നിൽ കൂടുതൽ 3, 4, 5 പേരെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യരായ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ കരുത്ത് അത് കാണിക്കുന്നത്. തരൂരുമുണ്ട് അല്ലേ? സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹം അതിനകത്തൊരു കാൻഡിഡേറ്റ് ആയിരിക്കും. പക്ഷെ തീരുമാനിക്കേണ്ടത് അദ്ദേഹമല്ലല്ലോ. അദ്ദേഹത്തിന് ആഗ്രഹം ഇത് ആർക്കും ഒരാൾക്കും നിഷേധിച്ചിട്ടില്ല, ഒരാളോട് മാറി നിൽക്കാനും പറഞ്ഞിട്ടില്ല. ഇന്നയാളാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടല്ല പാർട്ടി ലൈൻ മുന്നോട്ട് പോകുന്നത്. പാർട്ടി ജയിക്കുക, മുന്നണി ജയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം മാത്രമേ മുഖ്യമന്ത്രിയുടെ കാര്യം വരുന്നുള്ളൂ. അതിനകത്ത് അദ്ദേഹത്തിന് മോഹം വയ്ക്കുന്നതിന് എന്താ തെറ്റിരിക്കുന്നത്? അദ്ദേഹത്തിന് മോഹിക്കാം. ശരി ശ്രീ ജോസഫ് വാഴക്കൻ, ഇപ്പോൾ കെ മുരളീധരന്റെ പ്രതികരണവും ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി രൂക്ഷമായ കാര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. UDF അധികാരത്തിൽ വന്നാൽ UDF നോമിനി മുഖ്യമന്ത്രിയാകും. തരൂർ ഏത് പാർട്ടിയിലാണെന്ന് അദ്ദേഹം ആദ്യം തീരുമാനിക്കട്ടെ. വിശ്വപൗരൻ വിശ്വത്തിന്റെ കാര്യം നോക്കട്ടെ എന്നാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. വിറക് വെട്ടിയവരും വെള്ളം കോരിയവരും പാർട്ടിയിൽ ഒരുപാടുണ്ട്, അതിൽ ഒരാൾ മുഖ്യമന്ത്രിയാകും. ഇതാണ് മുരളീധരന്റെ ലേഖനം. സജിത്ത്, എല്ലാ നേതാക്കളും തള്ളിപ്പറയുകയാണ്. ഒന്ന്, തരൂർ ഈ സർവേ ഫലം ട്വീറ്റ് ചെയ്തതിനെ, പിന്നെയുള്ളത് അടിയന്തരാവസ്ഥയെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനത്തെയും. അതെ, എല്ലാ നേതാക്കളും തള്ളിപ്പറയാണ്. കോൺഗ്രസ് ആ ജാഗ്രത കാട്ടുകയാണ്. നേരത്തെ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞതുപോലെ കോൺഗ്രസ് ഈ സർവേയെ അവർ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്ന് വേണേൽ പറയാം. കാരണം ഇപ്പോൾ തരൂരിനെ ഉയർത്തിക്കാട്ടുന്ന ഈ സർവേക്ക് പിന്നിൽ ബോധപൂർവമായ നീക്കമുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ വമ്പൻ ഭരണവിരുദ്ധ വികാരമുണ്ട് കേരളത്തിൽ എന്ന് പ്രഖ്യാപിക്കുന്ന UDF ആണ് വീണ്ടും ഭരണത്തിൽ വരേണ്ടതെന്ന് വിശ്വസിക്കുന്ന അത്തരം കണക്കുകൾ പുറത്തുവിടുന്ന സർവേയെ ഏറ്റെടുക്കാതെ കോൺഗ്രസ് നിലപാടെടുക്കുന്നു എന്നത് ശശി തരൂരിനെ അതിൽ ഉയർത്തിക്കാട്ടുന്നു എന്ന കാരണം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതയിൽ തന്നെയാണ് കോൺഗ്രസ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത് പോകുന്നത്. കാരണം തരൂരിൻ്റെ പേര് ഇപ്പോൾ ഉയർത്തുന്നതിന് പിന്നിൽ വളരെ ബോധപൂർവമായ നീക്കമുണ്ടെന്ന് തന്നെ കരുതുന്നു. എന്ന് മാത്രമല്ല, ഈ ശശി തരൂരിൻ്റെ നീക്കങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഒരു സസ്പെൻസിലേക്ക് പോലും എത്താനുള്ള സാധ്യതയും അവർ മുന്നിൽ കണ്ടിട്ടുണ്ട്. കാരണം അടിയന്തരാവസ്ഥയ്ക്കെതിരായ തരൂരിൻ്റെ ഇപ്പോൾ പുറത്തു വരുന്ന ഈ ലേഖനത്തിൽ പരാമർശിക്കുന്ന ചില സെന്റൻസുകൾ അടക്കം ഗുരുതരമാണ്. ആ ലേഖനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദീപിക ദിനപത്രത്തിൽ എഴുതിയ ആ ലേഖനത്തിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ ഏറ്റവും അനുയോജ്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ രാജ്യം കടന്നു പോകുന്നത്. അത്തരം സുസ്ഥിരമായ സംവിധാനം ഇവിടെയുണ്ട് എന്ന് നരേന്ദ്രമോദി ഭരണത്തെ പുകഴ്ത്തുന്ന പരാമർശങ്ങളുമായിട്ടാണ് അടിയന്തരാവസ്ഥയെ വിമർശിക്കുന്ന ലേഖനം അവസാനിക്കുന്നത്. സ്വാഭാവികമായും ആ നൽകുന്ന